മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ട്രക്ക് ഡ്രൈവർ അർജുനു വേണ്ടി അടുത്ത വ്യാഴാഴ്ച തെരച്ചിൽ പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ബുധനാഴ്ച ട്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കും. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഇപ്പോൾ തെളിഞ്ഞ ആകാശവും തെളിഞ്ഞ പുഴയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഗംഗാവലി പുഴയ്ക്കരികിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. എസ് കെ ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാലാവസ്ഥ അനുകൂലമായതോടെയാണ് നിലവിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിനായി ഗോവ പോർട്ടിൽ നിന്നും ബുധനാഴ്ച ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിക്കും. നേരത്തെ ഈ തെരച്ചിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സം, അതായത് കഴിഞ്ഞ മാസം 16-നാണ് ഗംഗാവലി പുഴയിലെ തിരച്ചിൽ നിർത്തിവെച്ചത്. നേവി ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷം അവർ ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലം മാർക്ക് ചെയ്യുകയും അവിടെ ഡീപ്പ് ഡൈവിംഗ് ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുഴയുടെ അടിത്തട്ടിൽ വലിയ രീതിയിൽ മണ്ണും കല്ലും ഉള്ളതിനാൽ അത് നീക്കം ചെയ്യാതെ ആഴത്തിലുള്ള ഒരു പരിശോധന, ഒരു തെരച്ചിൽ സാധ്യമാവില്ലെന്ന് ദൗത്യസംഘം അറിയിച്ചു. അതിനെ തുടർന്നാണ് തെരച്ചിൽ നിർത്തിവെച്ചത്. ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കാനാകൂ എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. പക്ഷേ അതിന് ഒരു കാലതാമസം എടുത്തു. ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഫണ്ട് വിനിയോഗിക്കുന്ന ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബംഗളൂരുവിലെത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ നേരിട്ട് കണ്ട് ആവശ്യം അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഇതിന്റെ പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കും എന്ന് അറിയിക്കുകയും ഇതിന്റെ നടപടികൾ വേഗത്തിലാവുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നെങ്കിലും ഈ ഷിരൂരിൽ ഉൾപ്പെടെ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കടൽ മാർഗം ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയില്ല എന്ന് ഈ ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചു. ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. കഴിഞ്ഞ 4 ദിവസമായി അവിടെ മഴ മാറി നിൽക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളില്ല. പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യവും അനുകൂലമായതോടെയാണ് ഈ ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. 10 ദിവസത്തെ കരാറാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പുഴക്കടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്ത് ഈ ലോറിയും അതോടൊപ്പം തന്നെ ഈ കണ്ടെത്താനുള്ള 3 പേരെയാണ്, അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇപ്പോഴും കണ്ടെത്താനുള്ളത്. ഇവരെ കണ്ടെത്താനാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. ബുധനാഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിക്കും. ബുധനാഴ്ച ഡ്രഡ്ജർ എത്തിയാൽ വ്യാഴാഴ്ച തന്നെ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ പുനരാരംഭിക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകി.